അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീർ റാസിയിൽ ഒരു സ്ഥലത്ത് തൻ്റെ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മെ ഉപദേശിക്കുകയാണ്. വളരെ ശ്രദ്ധയോട് കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു നല്ലൊരു ഉപദേശമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ജറബ്തുഹു മിൻ അവ്വലി ഉംരി, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ഒരു പാഠമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. എന്താണ്? അന്നൽ ഇൻസാന കുല്ലമ അവ്വല ഫി അംറിൻ മിനൽ ഉമൂരി അലാ ഗൈരില്ലാഹി സ്വാറ ദാലിക സബബൻ ഇലൽ ബലാഇ വൽ മിഹ്നതി വശിദ്ദതി. ഒരു മനുഷ്യൻ അവൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരുമായി അവൻ അവലംബിച്ചാൽ അവൻ്റെ ചിന്തയിൽ അള്ളാഹ് എന്ന ചിന്തയില്ല, അവൻ്റെ കാര്യങ്ങളൊക്കെയും നടത്തുന്നതും അവൻ്റെ കാര്യങ്ങളൊക്കെയും അവൻ ഏൽപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്തവരുമായിട്ടാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, പക്ഷേ അള്ളാഹുമായിട്ടുള്ള വലിയൊരു അടുപ്പം അവനിക്കില്ല. എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവന് അള്ളാഹുവാണെന്നുള്ള ആ പൂർണ്ണമായ ഒരു യഖീൻ അവൻ്റെ കൽബിലില്ല. അതുകൊണ്ട് അവൻ എന്തു കാര്യം വന്നാലും ആൾക്കാരുമായിട്ടാണ് അവൻ ഇടപെടുന്നത്. അവനെ കൊണ്ട് എനിക്ക് ആ കാര്യം സാധിക്കും, ഇവനെ കൊണ്ട് എനിക്ക് കാര്യം സാധിക്കും, അവൻ എന്നെ ആ കാര്യത്തിന് രക്ഷപ്പെടുത്തും, ഇവൻ എന്നെ ആ കാര്യത്തിന് രക്ഷപ്പെടുത്തുമെന്ന് മനസ്സിലാക്കി അവൻ്റെ കൂട്ടുകാരും അവൻ്റെ കുടുംബവുമായി ഇങ്ങനെയാണ് അവൻ ചിന്തിക്കുന്നത്, അല്ലാതെ അള്ളാഹുവിലേക്ക് അവൻ ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ റിസൾട്ട് എന്താണ്? അവസാനം അവർ ബുദ്ധിമുട്ടിലേക്കാണ് പോയി തീരുന്നത്. അവർ അവസാനം വിഷമത്തിലേക്കും വ്യാജാരിലേക്കും കഷ്ടപ്പാടിലേക്കാണ്. അവർക്ക് ഒരു വിഷയത്തിലും വിജയം കിട്ടുന്നില്ല, അവർക്കൊരു വിഷയത്തിലും റാഹത്ത് കിട്ടുന്നില്ല, അവർ മൊത്തത്തിൽ പരാജയപ്പെടുകയാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു പാഠം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വൈദ അവ്വലുൽ അബ്ദു അലല്ലാഹി വലം യർജി ഇലാ അഹദിൻ മിനൽ ഖൽഖ് ഹസ്സല ലക്കൽ മസ്ലൂബു അലാ അഹ്സനി വുജൂദിഹി. അതേ സമയത്ത് മനുഷ്യന്മാരോട് ഇടപെടേണ്ട രീതിയിൽ ഇടപെടണം, അത് ഇടപെടാൻ പാടില്ല എന്നല്ല, പക്ഷേ ഇത് തരുന്നതൊക്കെയും റബ്ബാണെന്നുള്ള ഉറപ്പോടുകൂടെ യഖീനോടുകൂടെ, അത് ദുനിയാവിൻ്റെ ഏത് കാര്യങ്ങളാവട്ടെ അവനാണെല്ലാം തീരുമാനിക്കുന്നത് എന്ന യഖീനോട് കൂടെയാണ് ഒരു മനുഷ്യൻ, അത് എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അള്ളാഹുവിനോട് തവക്കൽ ചെയ്ത് അള്ളാഹുലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ഒരു കാര്യം ഏൽപ്പിച്ചാൽ, ഞാൻ എത്രയോ അനുഭവപ്പെട്ടിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെയും ഏതെല്ലാം രീതിയിൽ അത്ഭുത രീതിയിലൊക്കെ അതൊക്കെയും അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവൻ്റെ അടിമകൾക്ക്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇത് എന്നാണോ ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ചെറുപ്പകാലത്താണ് ഈ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അന്നു മുതൽ ഇന്ന് വരെ, ഇന്ന് എനിക്ക് വയസ്സ് 57 വയസ്സ് മുതൽ എൻ്റെ കാര്യങ്ങളൊക്കെയും ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത് എൻ്റെ റബ്ബിനെയാണ്. എൻ്റെ റബ്ബിലേക്ക് തവക്കുൽ ചെയ്താണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വേണ്ടതൊക്കെയും എൻ്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്. എന്നെവിടെയും അവൻ കുടുക്കിയിട്ടില്ല. എനിക്ക് ആവശ്യമുള്ളതൊക്കെ അവൻ നൽകിയിട്ടുണ്ട്. എന്നെവിടെയും വിഷമത്തിലാക്കിയിട്ടില്ല, എന്നെവിടെയും അവൻ ബേജാരിലാക്കിയിട്ടില്ല. ഇത് ദുനിയാവിൻ്റെ കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഇത് മനസ്സിലാക്കിയ മുതൽ ഇന്നുവരെ ഞാൻ ചെയ്തു പോകുന്ന ഒരു കാര്യമാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട, പാഠം പഠിക്കേണ്ട വലിയൊരു വിഷയമാണ്. അതേ, മനുഷ്യന്മാരായിട്ട് ആൾക്കാരുമായിട്ട് ആരോടും ഇടപെടാൻ പാടില്ല എന്നല്ല, പക്ഷേ പലപ്പോഴും നാം ചിന്തിച്ചു പോകും, അവർ മാത്രമാണ് ആ എല്ലാം കാര്യം നമുക്ക് ചെയ്തു തരിക എന്നൊരു ചിന്ത വന്നു പോകും. അങ്ങനെ ഒരിക്കലും ഒരാളമേലും നാം തവക്കുൽ ചെയ്യരുത്, ഒരാളെയും അവലംബിക്കരുത്. ഇവിടെ ആർക്കും ഒരു കയ്യുമില്ല, പക്ഷേ ചില കാരണക്കാർ അള്ളാഹു ഉണ്ടാക്കും എന്നത് സത്യമാണ്. പക്ഷേ ആരെന്തു ചെയ്തു തന്നാലും, ആര് ഏത് ഉപകാരം ചെയ്തു തന്നാലും അതൊക്കെയും റബ്ബാണ്, റബ്ബിൽ നിന്ന് മാത്രമാണ്. അവനെ കൊണ്ട് മാത്രമേ എന്തും ചെയ്യാൻ ഒരു നിലക്കും സാധിക്കൂല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയും
എത്രയോ നമ്മളെ മുമ്പിൽ അത് തെളിഞ്ഞു കിട്ടും. റബ്ബിലേക്ക് മനസ്സ് തിരിക്കുക, റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുക, അള്ളാഹുവിലേക്ക് യഖീന്, അള്ളാഹുമായിട്ടുള്ള ആ യഖീന് ഉറപ്പിക്കുക. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. കേവലം ഉപദേശമല്ല, തൻ്റെ ജീവിതം കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു പാഠമാണ്. പറയാൻ എന്തൊരു ധൈര്യമാണ് ബഹുമാനപ്പെട്ടവർക്ക് പറയാൻ. എൻ്റെ ചെറുപ്പം മുതൽ ഈ 57 വരെ ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെന്ന് പറയണമെങ്കിൽ എത്രമാത്രം യഖീനാണ്, എത്രമാത്രം ഈമാനാണ്, എത്രമാത്രം റബ്ബിൻ്റെ മേലുള്ള തവക്കുലാണ്. ആ ജീവിതമാണ് നമ്മെ വിജയിപ്പിക്കുക. അങ്ങനെ ഒരു തവക്കുൽ തന്ന് അവരുടെ ആ ജീവിതത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മൾക്കും നമ്മളെ ഖൽബ് നന്നാക്കി തരുമാറാവട്ടെ. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.